ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ 2019 വഖഫ് ബോർഡ് ഔദ്യോഗികമായി ഭൂമി വഖഫ് എന്ന് രജിസ്റ്റർ ചെയ്യുന്നു. 2022 അങ്ങ് നേരത്തെ പറയുന്നു അവരുടെ റവന്യൂ അവകാശം അടക്കം പുനഃസ്ഥാപിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ 2022 മുതലാണ് നികുതി സ്വീകരിക്കാതായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കുടിയിറക്കരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞാൽ കുടിയിറക്കപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല മുൻപത്തെ ജനങ്ങളുടെ ആവശ്യം. അവരുടെ റവന്യൂ അധികാരമാണ്. അവനവന് 10 സെന്റ് ഭൂമിയുണ്ട് എങ്കിൽ ആ 10 സെന്റ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനടക്കം അത് മക്കളുടെ പഠനത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ചികിത്സാർത്ഥമോ വിറ്റ് പണമാക്കാനുള്ള അവകാശം അടക്കം അവരുടേതാണ്. അതിനുവേണ്ടി കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. അല്ലാതെ ആണ്ടകാലം കുടിയടപ്പുകാരനായി അവിടെ കിടന്നോളൂ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടാൽ പോരാ അവരുടെ ആവശ്യങ്ങൾ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ സർക്കാർ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. മാധു, നമ്മുടെ നിയമവാഴ്ച എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠമായാലും നമ്മുടെ ഹൈക്കോടതികളായാലും അവരുടെ മുന്നിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിന്മേൽ, പ്രത്യേകിച്ചും ജുഡീഷ്യൽ റിവ്യൂ നടക്കുന്ന വിഷയങ്ങൾക്കുമേൽ നമുക്ക് പറയുന്നതിനും അഭിപ്രായങ്ങൾ നിലപാട് സ്വീകരിക്കുന്നതിനുമൊക്കെ വ്യക്തികളെന്ന നിലയിൽ എനിക്കും മാധുവിനും ശങ്കുറ്റിദാസിനും ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിന് ആ കോടതികളുടെ നിലപാടുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നിയമവാഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ പ്രശ്നം, ആ റവന്യൂ അവരവിടെ താമസിക്കുന്ന മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇപ്പോൾ കൈവശമുള്ള ഭൂമിക്കുമേൽ പിന്നീട് റവന്യൂ അതിൻ്റെ നികുതി അടയ്ക്കാനുള്ള അവകാശം കിട്ടിയതുകൊണ്ട് മാത്രം പ്രശ്നം പൂർത്തിയാകില്ല. അത് ഗവൺമെൻറ്റിനും ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ആ നികുതി അടയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി നിലപാടെടുക്കുമ്പോൾ തന്നെ ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന നിലപാട് ഹൈക്കോടതിയിലും ബന്ധപ്പെട്ട സംവിധാനങ്ങളിലുമെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം, ശങ്കുറ്റിദാസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ വഖഫ് ബോർഡാകട്ടെ, ദേവസ്വം ബോർഡാകട്ടെ, മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അധികാര സംവിധാനങ്ങളാകട്ടെ, ഇതൊക്കെ സ്ഥാപിതമാകുന്നത് എങ്ങനെയാണ്? വഖഫ് ബോർഡുകൾ രൂപീകരിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ജമാഅത്ത് പള്ളിക്കകത്ത് 10 പേർ കൂടി രൂപീകരിക്കുന്നതാണോ വഖഫ് ബോർഡ്? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഒരു 50 പേർ കൂടി രൂപീകരിക്കുന്നതാണോ ദേവസ്വം ബോർഡ്? നിലവിൽ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവയൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ പാർലമെന്റും അതോടൊപ്പം നമ്മുടെ നിയമസഭകളും ഒക്കെ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സന്ദർഭവശാൽ പറയാം, ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഭൂമി കൊള്ളക്കാരിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ നിലപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിശദീകരണം വന്നു. എങ്ങനെയാണ് ഭൂമി കൊള്ളയാകുന്നത്? വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആക്ട് രൂപം കൊടുക്കുന്നത് പാർലമെന്റാണ്. പാർലമെന്റ് രൂപം കൊടുത്ത ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മുഴുവൻ വസ്തു കയ്യേറ്റക്കാരായി, ഭൂമി കൊള്ളക്കാരായി പ്രധാനമന്ത്രി എങ്ങനെ അഭിസംബോധന ചെയ്യും? അദ്ദേഹത്തിന് ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മുനമ്പം വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നേരത്തെയും വ്യക്തമാക്കിയതാണ്. മുനമ്പം വിഷയം പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണോ? 902 ഗുജറാത്തിൽ നിന്ന് വന്ന മൂസ സേട്ട്, അന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 404 ഏക്കർ അദ്ദേഹത്തിന് സ്ഥലം ലഭിക്കുന്നു രാജവിളംബരത്തിന്റെ ഒക്കെ ഭാഗമായി. 950 ഹാജി മൂസ സേട്ടിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള സിദ്ദിഖ് സേട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിന് ഇത് കൈമാറുന്നു. പിന്നീടും വലിയ നിയമതർക്കങ്ങൾ ഉണ്ടായി. 962 അവിടുത്തെ ജനങ്ങൾ കുടിയിറക്കൽ ഭീഷണി നേരിടുകയുണ്ടായി. 967 പറവൂർ സബ് കോടതിയിൽ കേസ് വരികയുണ്ടായി. 971 വീണ്ടും അതുമായി ബന്ധപ്പെട്ട നിയമ തർക്കങ്ങൾ ശക്തമായി നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ കേസ് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി വരുന്നു. വിവിധങ്ങളായ കോടതികളിൽ നിന്ന് പ്രദേശവാസികൾക്ക് അനുകൂലവും അതോടൊപ്പം ഇതിന്റെ മറ്റ് കക്ഷികൾക്ക് അനുകൂലമായിട്ടുമുള്ള വിവിധങ്ങളായിട്ടുള്ള വിധിന്യായങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രം മുഴുവൻ മനസ്സിലാക്കണം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് ഒരു സർവേ
സർവേ നടത്താൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. അത് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണ്. വഖഫ് ബോർഡിന്റെ അധികാരത്തിൽപ്പെട്ടൊരു കാര്യം വഖഫ് ബോർഡ് നിർവഹിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഭൂമിയെ സംബന്ധിച്ച് ഒരു തർക്കം ഉയർന്നു വരുന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള നിലപാടാണോ സ്വീകരിച്ചത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ടു പറഞ്ഞു ഇതൊരു തർക്ക വിഷയമാണ്, ഇവിടെ നിന്ന് ആരെയും പുറത്താക്കാൻ പറ്റില്ല, ആരെയും കുടിയിറക്കാൻ പറ്റില്ല, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടി വരും, അവരെ പരിരക്ഷിക്കേണ്ടി വരും, ഏത് നിയമപ്രകാരമാണ് അവരെ കുടിയിറക്കണമെന്ന് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയില്ല. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് ഗവൺമെന്റ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെ ഇതിനെ BJPയും RSSും മതസംഘർഷമാക്കി മാറ്റുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, മതസംഘർഷമാക്കി മാറ്റുന്നത് രാജ്യത്തെ ഈ വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും അധികാരം അതെല്ലാം വഖഫ് ബോർഡിന്റെ കയ്യിലാണെന്ന് പറയില്ലേ? വാസ്തവത്തിൽ വഖഫ് ബോർഡിന് ഇതിന്റെ മുഴുവൻ ആസ്തികളുടെയും ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനാണോ? രാജ്യത്തെ മുഴുവൻ വഖഫ് ആസ്തികളുടെയും ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനല്ല, മറിച്ച് അതിന്റെ പരിപാലകരാണ് വഖഫ് ബോർഡ്. ആ പരിപാലകരാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെ? നേരത്തെ നമുക്കറിയാം, ഇലക്ട്രൽ കോളേജുകളിൽ നിന്ന്, MP-മാരിൽ നിന്ന്, MLA-മാരിൽ നിന്ന്, ജഡ്ജിമാരിൽ നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡി അധികാരത്തിൽ വരികയാണ്. ആ ബോഡിയാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നത്. മുഴുവൻ അട്ടിമറിച്ചു മാധു, മുഴുവൻ അട്ടിമറിച്ചു. നോമിനേറ്റഡ് ആയ ബോഡികൾക്ക് ഇന്ത്യയിലെ വഖഫ് ആസ്തികൾ എന്ത് ചെയ്യാനുമുള്ള അധികാരം കൊടുത്തു. ഒരു ഞാൻ ചോദിക്കട്ടെ, സിഖ് ജനവിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ ആസ്തിവകകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗുരുദ്വാര കമ്മിറ്റിയിലേക്ക് സിഖ് ഇതര വിഭാഗത്തിൽ നിന്ന് ആളുകളെ നിയോഗിച്ചാൽ എന്തായിരിക്കും രാജ്യത്ത് സംഭവിക്കുക? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പരിപാലനത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അപ്പോയിന്റ് ചെയ്താൽ എന്തായിരിക്കും പ്രത്യാഘാതം? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? രാജ്യത്തെ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടാണ് ഏതാണ്ട് 10-12 ഹർജി സുപ്രീം കോടതിയിലുള്ളത്. അത് നിയമത്തിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. ഇന്നിപ്പോ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഏതാണ്ട് 150 കുടുംബങ്ങൾക്ക്, ഒരു ഗ്രാമത്തിലെ 150 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് കിട്ടി എന്നുള്ളൊരു വാർത്ത നമ്മളെ തേടിയെത്തുന്നുണ്ട്. 90-ൽ സർക്കാർ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി മുനമ്പത്തെ ജനതയ്ക്ക് ഭൂമി വില കൊടുത്തു വാങ്ങാൻ അനുവാദം നേടുന്നു. അതിന്റെ പേര് 33 ലക്ഷം രൂപ ഫറൂഖ് കോളേജിന് കിട്ടുന്നു. ഈ ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് ഒരു ഇടപെടൽ അതിൽ നടത്തുന്നത്, അവകാശവാദം ഉന്നയിച്ചു വരുന്നത്. അപ്പോൾ അതായത് ആ സമയം വരെയും എന്തുകൊണ്ടാണ് വഖഫായി കിട്ടിയ ഈ ആധാരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, വഖഫ് ആധാരം എന്ന് പറയുന്നത്, അതുവരെ അത് പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് എങ്കിൽ അതിനുള്ള ഇടപെടലുകൾ എന്തുകൊണ്ട് ആ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നൊരു ചോദ്യമാണ്. അതിനൊക്കെ മറുപടി ട്രൈബ്യൂണൽ നടക്കുന്ന കോടതിയിൽ നിന്നുണ്ടാകും എന്ന്, ട്രൈബ്യൂണൽ നടക്കുന്ന നടപടികളിൽ നിന്നുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നു.